നമ്മുടെ മക്കൾ അവർ നമ്മുടെ പ്രതീക്ഷയാണ്. എന്താണ് മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷ? ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ആ മക്കൾ ഉപകാരപ്പെടണം, ഇതാണ് പ്രതീക്ഷ. അല്ലാതെ ദുനിയാവിൽ മരണം വരെ മക്കളുടെ സാമ്പത്തികമായ സഹായവും മറ്റും ലഭിക്കുക എന്നതല്ല ഒരിക്കലും മക്കളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പരിശുദ്ധ ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ വളർത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതിന് സഹായകമായ ഒരു പരിപാടിയാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്നത്. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇപ്പോൾ റബീഉൽ അവ്വലിൻ്റെ പരിപാടി കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ എന്തിനാണ് ഒരു പാട്ടും പെയ്ത്തുന്നൊക്കെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് അദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിക്കണം. ഒന്നാമത്തേത് ആദ്യമായി പറഞ്ഞത് ഹുബ്ബി നബിയിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. വഹുബ്ബി ആലി ബൈത്തി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മൂന്നാമതായി പറഞ്ഞത് വഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെയും പഠിപ്പിക്കണം. അതിൻ്റെ പാരായണം പഠിപ്പിക്കണം, അതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കണം, അതിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കണം. ഈ കാര്യത്തിൽ കുട്ടികളെ മദ്രസയിലേക്ക് അയച്ച് ആവശ്യമായ മതപഠനം നൽകിയെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ കൊണ്ടുള്ള ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മക്കളോടാ പറയാനുള്ളത്, മക്കളെ, മക്കൾക്ക് പരീക്ഷയിലൊക്കെ ജയിക്കണ്ടേ? ഏതൊക്കെ പരീക്ഷയിൽ ജയിക്കണം? സ്കൂളിൽ ജയിക്കണ്ടേ? മദ്രസയിൽ ജയിക്കണ്ടേ? പഠിച്ച് വലിയ ആളുകളാവണ്ടേ? എന്നാലും ഞാൻ നിങ്ങൾക്ക്, കേൾക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്കൊരു 3 പോയിന്റ് പറഞ്ഞുതരാം. അത് മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ, മനസ്സിലായോ? എത്ര പോയിന്റാ? 3 പരീക്ഷകളിൽ ജയിക്കാൻ എന്ത് വേണം? പരീക്ഷാ ഹാളിൽ കയറിയാൽ കേൾക്കണില്ലല്ലോ, പരീക്ഷാ ഹാളിൽ കയറിയാൽ അതൊക്കെ അതല്ല ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ എന്ത് വേണം? ഉത്തരം നമ്മളെ മെമ്മറിയിൽ തെളിഞ്ഞു വരണ്ടേ? എന്നാലല്ലേ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അത് തെളിഞ്ഞു വരണമെങ്കിൽ എന്ത് വേണം? നമ്മളെ മെമ്മറിയിൽ ആ സാധനം വേണ്ടേ? അതിനൊരു എളുപ്പ മാർഗം പറഞ്ഞു തരാം ഞാൻ. നമ്മളെ മെമ്മറി എന്താണെന്ന് മക്കൾക്ക് അറിയോ? എന്താ? തലച്ചോറ്. ആ മോൻ്റെ തലച്ചോറ് എത്ര കിലോ ഉണ്ടാവും സുമാറ്? എത്ര? 10 കിലോനോ? അല്ല മട്ടായി. 10 കിലോ തലച്ചോറുണ്ടായാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എവിടെ? ഇല്ല കേട്ടോ. ഒരു വലിയ മനുഷ്യൻ്റെ തലച്ചോറിന് തന്നെ ആകെ 1 കിലോന് 400 ഗ്രാമേ തൂക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളുടെ അതിനനുസരിച്ച് കുറയില്ലേ? 1.5 കിലോ പോത്തിറച്ചിൻ്റെ തൂക്കേ ഉണ്ടാവുള്ളൂ വലിയ ഉണ്ടാവലുണ്ടായാൽ. ആ തലച്ചോറിൻ്റെ ഉള്ളിലാണ് എല്ലാ സംഗതികളും നടക്കുന്നത്.